പ്രിയപ്പെട്ട സുഭാർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള റിവിഷൻ സീരീസ് ആണ്. നമ്മൾ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം കുറവാണെങ്കിലും എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും തരുന്നത്. ഒട്ടും സമയം കളയാതെ അങ്ങ് പഠിച്ച് വെച്ചേക്കണം മാക്സിമം. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊന്ന് കുട്ടികൾക്ക് മറ്റുള്ളവരുടെ എത്താൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ് എ ഈസ് ഈക്വൽ 1 2 3 4 ബി ഈക്വൽ 2 - 1 1 3 വെരിഫൈ എ ബി ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. വെരിഫിക്കേഷൻ ആണ്. എല്ലാവരും പറയും മെട്രിക്സ് ഭയങ്കര ഈസിയാണ്, മെട്രിക്സ് ഭയങ്കര ഈസിയാന്ന് പറഞ്ഞത് മെട്രിക്സ് അറിയാം എന്ന് ആദ്യം പറയും. മിക്കവാറും ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പലപ്പോഴും തെറ്റുണ്ടാവാറുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് കുറച്ച് പേർക്കൊക്കെ ഓക്കെ ആണെങ്കിലും ബഹുഭൂരിപക്ഷം കുട്ടികളും തെറ്റിക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങളിതിനെ ഈസി ആയിട്ട് കരുതണ്ട, തെറ്റാൻ വളരെ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മറക്കാതെ ചെയ്തോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എ ബി എ ചെയ്യാം. എ ബി എന്ന് പറയുമ്പോൾ 1 2 3 4 2 - 1 1 3. ഇവിടെ എന്താ ചെയ്യണത്? എയും ബിയുടെ ഇൻറ്റു ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നത്. ബി ട്രാൻസ്പോസ് ആദ്യവും എ ട്രാൻസ്പോസിന് രണ്ടാമത് എഴുതി ചെയ്താൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നോക്കാം ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ 1 2 3 4 2 - 1 1 3. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇങ്ങനെ ഹൊറിസോണ്ടൽ, അവിടെ വെർട്ടിക്കൽ. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുന്നത് ഈ രണ്ട് പേരും കൊണ്ട് ഈ രണ്ട് പേര് ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യണം കേട്ടോ. 1 × 2 2 + 2 × 1 2. ഓക്കെ, നെക്സ്റ്റ് പിന്നെയും ഈ റോദിൻ്റെ രണ്ടാമത്തെ കോളം 1 × -1 -1 + 2 × 3 6 കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് കോളം ചെയ്തു, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് കോളത്തിനും ചെയ്തു, അത് തീർന്നു. ഇനി അടുത്ത റോയിലാകുമ്പോൾ രണ്ടതാ 3 4 ഉണ്ട് ഇതിന്, ദാറ്റ് ഈസ് 3 × 2 6 + 4 × 1 4. നെക്സ്റ്റ് 3 × -1 -3 + 4 × 3 12. ഈ റോ കൊണ്ട് ഈ കോളം. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി കഴിഞ്ഞു. ഇപ്പോൾ തീരാൻ പോയിട്ടോ. 2 + 2 എത്ര മണി? 4 -1 + 6 5 6 + 4 10 ആൻസർ 9. ഓക്കെ, അപ്പോൾ എ ബി കിട്ടി. നമുക്ക് എ ബിയുടെ ട്രാൻസ്പോസ് വേണ്ടത്. ദെർഫോർ ടേക്കിംഗ് ദ ട്രാൻസ്പോസ്. എങ്ങനെ മോനെ ട്രാൻസ്പോസ് എടുക്കുന്ന? എളുപ്പം പറഞ്ഞേ. ട്രാൻസ്പോസ് എടുക്കുന്ന റോ എല്ലാം പിടിച്ചിട്ട് കോളവാക്കി എഴുതണം. 4 5 ഇവനും പിടിച്ച് താഴോട്ട് എഴുതുമ്പോൾ ആൻസർ കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓവർ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ബി ഹോൾ ട്രാൻസ്പോസ് കഴിഞ്ഞു. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ബിയുടെ ട്രാൻസ്പോസ്. അപ്പോൾ ബിയുടെ ട്രാൻസ്പോസ് അങ്ങോട്ട് എഴുതണം 2 - 1. ഇത് താഴോട്ട് 1 3. ഓക്കെ, എയുടെ ട്രാൻസ്പോസ് രണ്ടാമത്, അപ്പോൾ 1 2 താഴോട്ട് എഴുതണം മോനെ, 3 4 താഴോട്ട് എഴുതണം മോനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിയുടെ ട്രാൻസ്പോസായി, രണ്ടാമത് എയുടെ ട്രാൻസ്പോസായി. ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടിക്കോണം. കിട്ടിയില്ലെങ്കിൽ ഇവനെ വെച്ച് കീച്ചേക്കണം കേട്ടോ, അല്ലാതെ തെറ്റെഴുതി വെക്കരുത് കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ ഇങ്ങനെ എഴുതി ആൻസർ ചെയ്യാൻ പോകണം കേട്ടോ. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 × 1 2 + 1 × 2 2, ദാറ്റ് ഈസ് 2 + 2. ഓക്കെ ആണല്ലോ. 4 കറക്റ്റ് ആണല്ലോ, 4 കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് 2 × 3 6 + 1 × 4 4. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഇതിനെ രണ്ടിനെയും ചെയ്തു. ഇനി അടുത്ത റോ -1 3 ഉണ്ട്. -1 × 1 -1 + 3 × 2 6. നെക്സ്റ്റ് -1 × 3 -3 + 3 × 4 12. നോക്കിക്കേ 2 + 2 എത്ര മോനെ? 4 6 + 4 10 -1 + 6 5 ആൻഡ് -3 + 12 9. നോക്കിക്കേ മോനെ ഈക്വലാണെന്ന് 4 10 5 9 കറക്റ്റ്. ഓക്കെ, ദെർഫോർ റിസൾട്ട് ഈസ് വെരിഫൈഡ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ട്രാൻസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആയിരിക്കും എക്സാമിന് എപ്പോഴും വരുന്നത്. ചിലപ്പോൾ അത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമായിട്ട് ആകാം, അല്ലെങ്കിൽ ഇതാവാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിക്കണം, പഠിച്ച് വേണം മാർക്ക് വാങ്ങാൻ. എന്നിട്ട് വേണം അടുത്ത ഒരു വലിയ കോഴ്സിന് ജോയിൻ ചെയ്യാൻ. നല്ലൊരു കോഴ്സ് കിട്ടിയെങ്കിൽ നല്ലൊരു ജോലി കിട്ടുള്ളൂ. ഓക്കെ, അതിന് മുൻപായിട്ടൊരു എൻട്രൻസ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് വേണം നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാമിനൊരു എൻട്രൻസ് ക്ലാസ് കിട്ടി എക്സാമിന് പോകാൻ പറ്റും. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.